ഇപ്പോൾ റോഡിൽ ആക്സിഡന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ ആരായാലും ഇപ്പൊ നമ്മളോട് ആദ്യം പറയുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തിയെ ആക്സിഡന്റ് ആയി കിടക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ ഒരു രോഗീനെ അല്ലെ ആ ഉണ്ടായ ആളിനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്ന രീതി, ആ എത്തിക്കുന്ന മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കംപ്ലീറ്റ്ലി പ്രശ്നമാണ്. എടുത്ത് വലിച്ച് പിടിച്ച് നമ്മളൊരു വണ്ടിക്കകത്തോട്ട് കയറ്റി ആംബുലൻസ് പോലും വിളിക്കാതെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ലിറ്ററലി ഇപ്പോഴും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും അവിടെയും നമ്മൾ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആക്സിഡന്റ് ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് ഇപ്പോൾ പോലീസ് വന്ന് നമുക്കും പ്രശ്നമാകുമോ എന്നുള്ള വിചാരിച്ചിട്ടാണ് ആളുകൾ നോക്കാതെയൊക്കെ പോകുന്നത്. എല്ലാവരും പറയണ്ട, ഒരു പട്ടി വീണ് കിടന്നാൽ നമ്മൾ ഓടിച്ചെന്ന് പട്ടീനെ രക്ഷിക്കാൻ നോക്കും. അതേ സമയത്ത് ഒരു മനുഷ്യൻ വീണ് കിടന്നാൽ അയാളെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പം സൂര്യ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പല സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ കിടക്കുന്ന രോഗിയുടെ ആളല്ല, ആ ആളുടെ മാത്രം സുരക്ഷയല്ല, നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മുടെ സുരക്ഷ കൂടെ ഉറപ്പുവരുത്തണം. ഇപ്പം റോഡ് വരുമ്പോൾ ചിലപ്പം എന്താ പറയുക, വണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവര് ചിലപ്പോൾ സൂര്യനെ പോലെ നിർത്തണമെന്നോ നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആ രോഗീനെ എടുത്ത് ഒരു ഫുട്പാത്തിലോട്ട് മാറ്റാം. രണ്ടാമത്തെ നമ്മളെല്ലാവരും അറിയാവുന്ന കാര്യം, ആൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കാം. ജീവനുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താ, പൾസ് നോക്കാം അല്ലെ? ഒരിക്കലും അതല്ല, തട്ടി വിളിക്കുക. ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കാർഡിയാക് അറസ്റ്റ് എന്ന് നമുക്കൊരു പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. രക്തോട്ടം നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങളിലോട്ട് എത്തത്തില്ല, തലച്ചോറിലോട്ടും എത്തത്തില്ല. ഓൾമോസ്റ്റ് റെസ്പോൺസ് നിന്നു. തലച്ചോറിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ റെസ്പോൺസ് അങ്ങ് കംപ്ലീറ്റ് നിന്നു. ഇതാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിലെ പമ്പിങ് നിൽക്കുക. ഈ ആക്സിഡന്റ് ആയി റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അതൊന്ന് ഡെമോ കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മളിപ്പോൾ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് നടക്കുമ്പോൾ ആൾക്കാർക്ക് എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ ഹെൽമെറ്റ് റിമൂവലാണ് ഒരു വലിയൊരു ഫാക്ടർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെൽമെറ്റ് ഊരണമെങ്കിൽ രണ്ടുപേരുടെ സഹായം മെയിനായിട്ട് വേണ്ടേ. നമസ്കാരം, ഞാൻ സൂര്യ സുജി. ഇപ്പൊ നമ്മൾ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ കാഷ്വാലിറ്റി എന്നുള്ള സംഭവം മാറി എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ കാഷ്വാലിറ്റി എമർജൻസി വിഭാഗമായി മാറിയതെന്നും എന്താണ് ഈ ട്രോമ കെയർ എന്നും കൂടുതൽ സംസാരിക്കാനായി എൻ്റെ കൂടെ ഉള്ളത് അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യനായ അഫാനി അക്ബറാണ്. നമസ്കാരം ഡോക്ടർ. അപ്പൊ നമ്മൾ പന്നൂരിലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു വലിയ ബോർഡുണ്ട്. അതിലൊരു റെഡ് കളറിൽ എഴുതിയിട്ടുണ്ടാകും കാഷ്വാലിറ്റി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് കാണുന്നില്ല. ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ സിനിമകളിലായാലും പോലും കാഷ്വാലിറ്റി എന്നുള്ള സംഭവം മാറി എമർജൻസി ആൻഡ് ട്രോമ കെയർ എന്നാണ് കാണുന്നത്. എപ്പോഴാണ് ആ ഒരു മാറ്റം? നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. ആക്ച്വലി ഈ ട്രാൻസിഷൻ തന്നെ എന്താ പറയാ, കുറെ കാലത്തിന് മുമ്പ് സംഭവിച്ചതാണ്. പക്ഷെ ആൾക്കാരിൽ എത്തിപ്പെട്ടിട്ടില്ല. അതാണ് മെയിൻ ഫാക്ടർ. ലിറ്ററലി കാഷ്വാലിറ്റി എന്നുള്ള സംഭവം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, നോർമലി നമ്മൾ പണ്ട് കാഷ്വാലിറ്റി പോയിക്കൊണ്ടിരിക്കുന്ന എന്തൊരു പ്രശ്നം വന്നാലും ഓടി ചെല്ലുന്ന ഒരു സ്ഥലമാണ് കാഷ്വാലിറ്റി എന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തിന് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ച് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി. അതിനകത്ത് തന്നെ എമർജൻസി മെഡിസിൻ എന്നുള്ളൊരു ബിരുദം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു 2012 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇത്രയും നാളായി, ഒരു 10-13 വർഷമായി. പക്ഷേ ആൾക്കാർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടില്ല. അപ്പം ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ഇഷ്യൂസ് ആണ് ഇപ്പോൾ മെയിൻ കാരണം. നമ്മൾ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഒരു ടെർഷ്യറി ഹോസ്പിറ്റൽസും കാഷ്വാലിറ്റി മാറിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറ്റണം എന്നുള്ളത്. അപ്പോൾ അതിന്റെ മെയിൻ കാരണം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ആൾക്കാർക്ക് അത്യാഹിതമായ കിട്ടേണ്ട ചികിത്സകളും നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് മെയിനായിട്ട്. ഇപ്പൊ സിനിമകളിൽ കാണുമ്പോഴാണ് ഈ എമർജൻസി ആൻഡ് ട്രോമ കെയർ എന്ന് കാണുന്നത്. അപ്പൊ ഞാനാദ്യം വിചാരിച്ച് ഈ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് അത് ഉണ്ടാവുക. ശരിക്കും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ അവസ്ഥ ഇത് തന്നെയാണോ? ലിറ്ററലി എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പഴയ കാഷ്വാലിറ്റി എന്നുള്ള സംഭവം മാറ്റിയിട്ട് ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഫോക്കസിൽ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ഈ 4 സ്ഥലങ്ങളാണ് കൂടുതലും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ PG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, MD എമർജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം സ്റ്റാർട്ട് ചെയ്തതല്ല, കുറെ ആയി. ഈ പറയുന്ന പോലെ നമ്മൾ കേൾക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്, ആൾക്കാർക്ക് അതിനകത്തോട്ട് എത്തിപ്പെടുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എമർജൻസി എടുത്തത് ആ ഒരു ടൈം പീരീഡിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അതിനോടുള്ള ഒരു ആകാംക്ഷയുടെ പുറകെ എടുത്തൊരു സംഭവമാണ്. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ എമർജൻസി ആയിട്ടുള്ള ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒന്ന് കാർഡിയാക് അറസ്റ്റ് ആണ്, പിന്നെ ഒന്ന് സ്ട്രോക്ക് ആണ്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ഈ എമർജൻസി വിഭാഗത്തിൽ വരുന്നത്? ഈ കാർഡിയാക് അറസ്റ്റ്, സ്ട്രോക്ക്, ഇത് രണ്ടും രണ്ടറ്റാണ്. ഈ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീഴുക, അവിടെ അതിൽ നിന്നുണ്ടാകുന്ന മരണമാണ് കാർഡിയാക് അറസ്റ്റ്. പിന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം
തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇത് മാത്രമല്ല എമർജൻസി വരുന്നത്. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് വരുന്ന എല്ലാ കേസുകളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എമർജൻസിയാണ്. ഇപ്പൊ അത് പനിയായാലും ശരി, മൂക്കിൽ നിന്ന് ഒരു ചെറിയ മൂക്കൊലിപ്പായാലും ശരി, എന്താ പറയാ, മൂക്കിൽ നിന്ന് രക്തം വന്നാൽ അതും എമർജൻസി തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രോമയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ ട്രോമയ്ക്ക് ഇപ്പോൾ ആക്സിഡന്റ് ആയിട്ടുള്ള കേസുകൾ, ഇപ്പം എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർ ആ ഒരു രോഗീനെ അല്ലെ ആ ഉണ്ടായ ആളിനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്ന രീതി, ആ എത്തിക്കുന്ന മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കംപ്ലീറ്റ്ലി പ്രശ്നമാണ്. ആ എടുത്തു വലിച്ചു പിടിച്ച് നമ്മളൊരു വണ്ടിക്കകത്തോട്ട് കയറ്റി ആംബുലൻസ് പോലും വിളിക്കാതെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ലിറ്ററലി ഇപ്പോഴും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും അവിടെയും നമ്മൾ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എത്തിക്കുന്ന രീതി കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചൊക്കെ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ആളെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞു ഒരു വ്യക്തി ഇപ്പൊ റോഡിൽ ആക്സിഡന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ ആരായാലും ഇപ്പൊ നമ്മളോട് ആദ്യം പറയുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തിയെ, ആക്സിഡന്റ് ആയി കിടക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആംബുലൻസ് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ ചുറ്റിലും കൂടി നിൽക്കുന്ന ആളുകൾക്ക് ആംബുലൻസ് വിളിക്കുന്നതിനേക്കാൾ നല്ല പെട്ടെന്ന് കൈ കാണിച്ച് കിട്ടിയ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൃത്യമായ രീതിയിൽ ഒരു പേഷ്യന്റിനെ എത്തിക്കണം, അല്ലാതെ തിരക്ക് കൂടി തിക്ക് കൂടി എല്ലാരും കൂടി. ഇതിനകത്ത് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ ഒരു രോഗി ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെഡലിയാണ്. മെഡിക്കൽ ടേമിൽ പറയുന്നത് സി സ്പൈൻ എന്ന് പറയും. ആ ഈ സി സ്പൈനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാം ഒന്നാമത്. അതായത് നമ്മുടെ പെഡലിനെ നല്ലോണം സ്റ്റെബിലൈസ് ചെയ്യാം. അത് ഒരു കാര്യം. പിന്നെ നമ്മുടെ നട്ടൽ നിവർത്തി തന്നെ വെക്കുക. കാരണം ഈ നട്ടലിന്റെയും ഈ സി സ്പൈൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് കുറെ നാടി നരമ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ കഞ്ചഷൻ വന്നിട്ട് ഇതിനൊക്കെ ഒരു ക്ഷതം വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഭാവിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഇങ്ങനെ കൊണ്ടുപോകണം എന്ന് പറയുന്നത്, വലിച്ചു കയറ്റി കൊണ്ടുവരുന്നു പറയാൻ കാരണം മെയിനായിട്ട്. അപ്പോൾ ഒരു വ്യക്തി ഇപ്പൊ ആക്സിഡന്റ് ആയ റോഡിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ആക്സിഡന്റ് കാണുന്ന ഒരാള് അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ആളുകൾ എങ്ങനെ കൃത്യമായി ആ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം? ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വണ്ടികളിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരാള് കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യാം. പുറകെ അയാളുടെ തലയുടെ പിൻവശത്ത് കഴുത്ത് ഇങ്ങനെ നമ്മുടെ രണ്ട് ഉള്ളം കൈയിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യാം. പിന്നെ മറ്റൊരാൾ നിവർത്തി ആളുടെ നട്ടലിനെ നിവർത്തി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടത്താൻ മാക്സിമം ട്രൈ ചെയ്യാം. നമ്മളെ കൊണ്ടാവുന്നില്ല, നമ്മുടെ പരിമിതികൾ ഉണ്ടാവില്ല. ആംബുലൻസ് ആണെങ്കിൽ അതിനുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വണ്ടികളാകുമ്പോൾ ആ പ്രശ്നം സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാന്നുള്ളതാണ്. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ റോഡിൽ ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് മാത്രം മരണപ്പെടുന്ന ആളുകളുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ ആക്സിഡന്റ് ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് ഇപ്പോൾ പോലീസ് വന്ന് നമുക്കും പ്രശ്നമാകും എന്നുള്ള വിചാരിച്ചിട്ടാണ് ആളുകൾ നോക്കാതെയൊക്കെ പോകുന്നത്. എന്താ പറയാനുള്ള അവരോട്? അല്ല, ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീണ് കിടക്കുന്നതും ഒരു മനുഷ്യനാണ് കൺസിഡർ ചെയ്യുക. ഇപ്പം എനിക്ക് തോന്നുന്നത് പല സിനിമകളിലും ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. എല്ലാവരും പറയണ്ട ഒരു പട്ടി വീണ് കിടന്നാൽ നമ്മൾ ഓടിച്ചെന്ന് പട്ടീനെ രക്ഷിക്കാൻ നോക്കും. പക്ഷെ അതേ സമയത്ത് മറിച്ച് പട്ടീനെ വിളിച്ച കൂടുതലും നമ്മൾ അങ്ങനെ കണ്ടുവരുന്ന ഒരു മൃഗം അതായതുകൊണ്ടാണ്. അതേ സമയത്ത് ഒരു മനുഷ്യൻ വീണ് കിടന്നാൽ അയാളെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇപ്പം സൂര്യ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലിറ്ററലി അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് മനുഷ്യനായിട്ട് കാണുക, അയാളെ എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഈ ശരിക്കും പറഞ്ഞ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ഫോക്കസ് തന്നെ ഇതായിരുന്നു. അതായത് ആൾക്കാരിൽ ഇത് എത്തിച്ചു കൊടുക്കുക. ആൾക്കാരിൽ ഇപ്പോൾ ഒരാൾ ബോധം കെട്ട് വീഴുക അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ പറ്റണം, അത് അറിയിച്ചു കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കണം. അത് കൂടുതലും പബ്ലിക്കാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിനകത്ത് മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, അല്ലെങ്കിൽ പബ്ലിക്കിലുള്ള ആൾക്കാർ, നോർമൽ ആൾക്കാർ, ഇവരൊക്കെയാണ് മെയിനായിട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഇത് എന്താ പറയുക, ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് ഒരു മനുഷ്യനായിട്ട് കാണാന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ഫോക്കസ്. എനിക്ക് കൊടുക്കാനുള്ള എന്താ പറയുക ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും മനുഷ്യനായിട്ട് കാണാം. അപ്പം നമ്മൾ എന്തായാലും അത് രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കഴുത്ത് നോക്കണം, ശ്രദ്ധിക്കണം, നട്ടിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കുറച്ച് സമയം, ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ കൂടെയുള്ള ഒരു ബൈസ്റ്റാൻഡർ എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
ഇതിനകത്ത് ട്രോമ എന്നൊരു സിറ്റുവേഷൻ വരുമ്പം, അതായത് ആക്സിഡന്റ് എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത് ഒന്നിലെ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ചെറിയ പരിക്കുകളായിരിക്കാം. അപ്പൊ ആ പരിക്കുകൾ നമുക്ക് ചിലപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് സമയം എടുത്താലും എത്തിക്കാൻ പറ്റും. ചില പരിക്കുകൾ കുറച്ച് ഗുരുതരമാവാം, അതായത് രക്തം ഒരുപാട് വാർന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആൾക്ക് ബോധം ഉണ്ടാവില്ല. അപ്പൊ ഇതിനകത്ത് ഈ ആക്സിഡന്റ് എന്ന് മാത്രമല്ല, നമ്മളൊരു രോഗി, ഒരാള് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അതിനാണ് നമ്മൾ പറയുന്നത് BLS എന്ന് പറയും, ബേസിക് ലൈഫ് സപ്പോർട്ട്. നമ്മൾ യൂഷ്വലി ഉണ്ടാകുന്ന ബേസിക് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അത് സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർമാർ മാത്രമല്ല, മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രമല്ല, അത് സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ സപ്പോസ് സൂര്യ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡിലരികിൽ, അതായത് ലൈക്ക് റോഡ് മെയിൻ റോഡിന്റെ അരികിൽ ഒരു ഫുട്പാത്തിൽ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കണം. ഫസ്റ്റ് സൂര്യ എന്താ ചെയ്യാം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ? നമ്മള് ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ നോക്കും, ഹോസ്പിറ്റലിൽ വണ്ടിയൊക്കെ വിളിച്ച് നമ്മൾ ആദ്യം ചെന്ന് നമ്മൾ സഹായം കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മൾ ആളുടെ അടുത്തോട്ട് ചെല്ലുക ചെയ്യാം. പക്ഷെ നമുക്കുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സൂര്യ ഒന്നും നോക്കിയിട്ടില്ല, സ്കൂട്ടർ അവിടെ നിർത്തുന്നു, നേരെ ഈ വീണ് കിടക്കുന്ന ആളുടെ അടുത്തോട്ട് ചെല്ലുക ചെയ്യുന്നത്. പക്ഷെ ഇത് മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മുടെ മനസ്സിലുള്ള ഒറ്റ കാര്യമുള്ളൂ, ആ കിടക്കുന്ന ആളുടെ സുരക്ഷ മാത്രമേ ഉള്ളൂ സൂര്യ എന്ത് ചെയ്ത് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എല്ലാം വരും. അപ്പം അതിനകത്ത് ആദ്യത്തെ സാധനമാണ് സീൻ സേഫ്റ്റി നമ്മൾ പറയും. അത് മെഡിക്കൽ ടേംസിൽ അല്ലെങ്കിൽ നോർമൽ ഇംഗ്ലീഷിൽ പറയുന്നത് സീൻ സേഫ്റ്റി. ഈ സീൻ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരാൾ പോയി ആ കിടക്കുന്ന രോഗിയുടെ ആളുടെ മാത്രം സുരക്ഷയല്ല, നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മുടെ സുരക്ഷ കൂടെ ഉറപ്പുവരുത്തണം. ഇപ്പം റോഡ് വരുമ്പോൾ ചിലപ്പം എന്താ പറയാ, വണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അവര് ചിലപ്പോൾ സൂര്യനെ പോലെ നിർത്തണമെന്നോ നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആ രോഗീനെ എടുത്ത് ഒരു ഫുട്പാത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ചുറ്റുവട്ടത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കൺഫേം ആക്കാം. നമുക്കും ഈ പറയുന്ന പോലെ രോഗികൾക്കും പ്രശ്നങ്ങളില്ലാന്ന് കൺഫേം ആക്കാം. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഒബ്വിയസ്ലി രണ്ടാമത്തെ നമ്മൾ എല്ലാവരും അറിയാവുന്ന കാര്യം, ആൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കാം. ജീവനുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താ, പൾസ് നോക്കാം, അല്ലെ? ഒരിക്കലും അതല്ല, തട്ടി വിളിക്കുക, ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ വിളിക്കുന്നതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോഴും സമയം തട്ടണം, മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തട്ടാം. അതായത് ചുമ്മാ തട്ടി തലോടി കൊടുത്താൽ പോരാ, നല്ല രീതിയിൽ തട്ടി വിളിക്കണം. തോളത്ത് തന്നെ തട്ടാം, ചേട്ടാ അല്ലെങ്കിൽ സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് തോളത്ത് ഇങ്ങനെ തട്ടി കൊടുക്കാം. അതൊന്ന്. പിന്നെ ഇത് കഴിഞ്ഞോടെ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് പൾസായിരിക്കും. അപ്പൊ അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സൂര്യക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടക്കത്തില്ല. നടക്കോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ കൂടെയുള്ള ആൾക്കാരെ ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാം. ഒന്നില്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ആംബുലൻസ് വിളിക്കാം, അല്ലെങ്കിൽ EMS സംഭവം അവരെ വിളിക്കാം. ഇവരെ വിളിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പൾസ് നോക്കാം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് പൾസ് നോക്കുന്നത് കയ്യിലാണ്. അല്ലേ? നമ്മളിപ്പോ സിനിമയിലായാലും കാണുന്നത് അല്ല, നമ്മൾ നോക്കുന്ന പൾസ് നോക്കുന്നത് ഇവിടെ തന്നെയാണ്. പക്ഷെ ഇതൊരു പെരിഫറൽ പൾസ് ആണ് ലിറ്ററലി. അപ്പൊ ഇതിനുപരി നമ്മുടെ മെയിൻ സെൻട്രൽ പൾസ് ഉണ്ട്. അപ്പൊ ആ സെൻട്രൽ പൾസ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലാണ്. ഈ കഴുത്തിൽ കരോട്ടിഡ് പൾസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ രക്തക്കുഴലിൽ കൂടെയാണ് പോകുന്ന പൾസാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ രണ്ട് വിരലുകൾ എടുക്കുക, ഈ കഴുത്തിനോട് ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഗ്രൂവ് കാണാം, ചെറിയൊരു ഗ്യാപ്പ്, രണ്ട് മസിൽസിന്റെ ഇടയിലൂടെ ഒരു ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പിലോട്ട് വെക്കുക, ഫീൽ ചെയ്താൽ നമുക്ക് കിട്ടും. സൂര്യൻ നോക്കിയാൽ തന്നെ സൂര്യക്കും കിട്ടും, പൾസ് കിട്ടും. അപ്പൊ അത് നോക്കാം. അതില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ നോക്കുന്നതിന് വരെ സമയമുണ്ട്, മനസ്സിലായില്ലേ? ഈ പൾസ് നോക്കുന്നത് മാക്സിമം നമ്മൾ 5 സെക്കൻഡേ നോക്കാവുള്ളൂ, മാക്സിമം 10 സെക്കൻഡ്. അതായത് 5 സെക്കൻഡിൽ കുറച്ച് നോക്കരുത്, 10 സെക്കൻഡിൽ കൂടിയും പോകാൻ പാടില്ല. ഇതിന്റെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ രക്ഷിക്കാനുള്ള ടൈമാണ്. അപ്പൊ അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പൊ 10 സെക്കൻഡിനുള്ളിൽ ഇത് കാര്യങ്ങൾ നോക്കുക. ഇതില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെ? ഈ ബാക്കി 4 കാര്യങ്ങളെല്ലാം നല്ല പക്കായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഒറ്റ കാര്യമുള്ളൂ, CPR കൊടുക്കാന്നുള്ളത്. CPR എന്താണെന്നറിയാം? അറിയാം. നമ്മൾ സിനിമകളൊക്കെ കാണുന്നുണ്ട്, നെഞ്ചത്ത് കൊണ്ട് അത് വ്യക്തമായി ചെയ്യേണ്ട രീതികളുണ്ട്. അപ്പൊ അതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് വേറൊരു ഇതിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. അപ്പൊ CPR സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. ഇതാണ് ഈ 5 കാര്യങ്ങൾ മീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ രക്ഷിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ആക്സിഡന്റ് ആയി റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അതൊന്ന് ഡെമോ കാണിച്ചു തരാമോ? ആക്ച്വലി ഇതിനകത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് നടക്കുമ്പോൾ ആൾക്കാർക്ക് എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ ഹെൽമെറ്റ് റിമൂവലാണ് ഒരു വലിയൊരു ഫാക്ടർ. അതായിരിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുക. ഇപ്പൊ ഹെൽമെറ്റ് എങ്ങനെ പരിക്കുകൾ പറ്റാത്ത രീതിയിൽ നമുക്ക് ഹെൽമെറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാം.
അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ കൂടെ ഹെൽമെറ്റ് ധരിച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെൽമെറ്റ് ഊരണമെങ്കിൽ രണ്ടുപേരുടെ സഹായം മെയിനായിട്ട് വേണ്ടേ. ഒരാൾ തലയുടെ പുറകിൽ നിൽക്കുക, തലയുടെ പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴുത്തിനെ ഹെൽമെറ്റിനെ സപ്പോർട്ട് ചെയ്യാം. മറ്റേ ആൾ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഹെൽമെറ്റിന്റെ രണ്ടറ്റം നമ്മുടെ കവളിലോട്ട് ചേർന്നിരിക്കുന്ന രണ്ടറ്റം വികസിപ്പിച്ചിട്ട് പതിയെ പുറയുന്ന ഒരാൾ ഊരുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രാപ്പ് ഊര, സ്ട്രാപ്പ് ഇട്ടുണ്ടാവും, സ്ട്രാപ്പ് ഊര. സൂര്യമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോ. ഇവിടെ ഇങ്ങനെ അങ്ങനെയല്ല, ഇതാണ് നമ്മുടെ പൊസിഷൻ. ഇങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ പൊസിഷൻ, ആക്ച്വലി ഇങ്ങനെ പൊസിഷൻ. ഞാനിവിടെ നിന്ന് അകത്തി തരും, പതിയെ ഊരി അങ്ങ് മാറ്റിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റെബിലൈസ് ചെയ്തോ. ഇവിടെ ഇങ്ങനെ പിടിക്കാം, രണ്ട് കൈയും ഇതിനോട് ചേർന്ന്. ഓക്കെ, അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ അകത്താണ്, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൈ ഇട്ടിട്ട് അകത്തുന്നു. അപ്പോൾ ബാക്കി ഇരിക്കുന്ന ആള് പതിയെ ഹെൽമെറ്റ് ഊരുക ചെയ്യേണ്ടത്. ഒരിക്കാം ഹെൽമെറ്റ് ഒരിക്കാം, കൈ കൊണ്ട് കൈ ഉപയോഗിച്ചാണ് ഒരിക്കാം. കഴുത്ത് അതേപോലെ. ആക്ച്വലി ഇതൊരു ഡെമോ മാത്രമാണ്. നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു എലാബറേറ്റ് ചെയ്യാനാണെങ്കിൽ ആ രണ്ട് സൈഡിലും നല്ലോണം വികസിപ്പിച്ച് ലൂസാക്കിയിട്ട് ഊരി അങ്ങ് പോകാമെന്നുള്ളൂ. ഓക്കെ, ചില ആക്സിഡൻസ് നടക്കുമ്പോൾ ഈ നമ്മൾ പോയി നോക്കുമ്പോൾ ഇതുപോലെ ശ്വാസം വെച്ച് നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കും, അതുപോലെ ഇപ്പൊ പൾസ് എടുത്തിട്ട് ആൾക്കാർ നോക്കും. അപ്പൊ ചില ആൾക്കാർ പോയി ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയും. ആ ഒരു കൺസേൺ തന്നെയാണ് പ്രശ്നം. അതാണ് ഞങ്ങളുടെ ഡോക്ടേഴ്സിന്റെ ഏറ്റവും വലിയ കൺസേൺ. അതാണ് ലിറ്ററലി ഇങ്ങനെ പോയി ചെന്ന് ഇവർ നോക്കുന്ന രീതി തന്നെ ശരിയായില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഇത്രയും 5 കാര്യങ്ങൾ പറഞ്ഞു. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ബേസിക് സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കയ്യിൽ പിടിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ബുക്കിന്റെ അടുത്തുകൊണ്ട് ശ്വാസം ഉണ്ടോ നോക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഈ സെൻട്രൽ പൾസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടുന്നുണ്ട്. നമ്മൾ നെഞ്ച് പൊങ്ങുന്നുണ്ടോ താഴുന്നുണ്ടോ, അപ്പൊ തന്നെ ശ്വാസം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ അത് അവിടെ തീർന്നു. ഇത് ആൾക്കാർ പറയും ഇത് നോക്കി കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണ്ടേ, പക്ഷേ ഒരു ചാൻസ് ഉണ്ട് അവിടെ. എന്താണ് ചാൻസ്? നമ്മൾ CPR കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ രോഗിനെ രക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. ഈ CPR എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹാർട്ടിന് ഒരു പമ്പ് കൊടുക്കാം. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു മോട്ടോർ പോലെയാണ്. അത് നിലച്ചു കഴിഞ്ഞാൽ, ഓഫായി കഴിഞ്ഞാൽ അതിന് പമ്പ് ചെയ്താൽ ചിലപ്പം വീണ്ടും സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോ സ്ട്രോക്കിന്റെ കാര്യം അതുപോലെ കാർഡിയാക് അറസ്റ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ജനറൽ ആയിട്ട് ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ എന്താണ് ഈ കാർഡിയാക് അറസ്റ്റ് എന്ന് സ്ട്രോക്ക് എന്നൊക്കെ അറിയാം. പക്ഷെ ഒരു ഡോക്ടർ നമ്മൾ മുന്നിൽ ഇട്ട് കിട്ടുമ്പോൾ ഇതിനെ കുറിച്ച് ആധികാരികമായി ചോദിക്കാനല്ലോ. അപ്പോ എന്താണ് കാർഡിയാക് അറസ്റ്റ് എന്ന് നമുക്കൊരു പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഹാർട്ട് നിലച്ച് നിൽക്കുക, ഹാർട്ടിന് പമ്പിങ് ഇല്ല, സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പൊ ഈ ഹാർട്ടിന്റെ സർക്കുലേഷൻ നടക്കില്ല എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ ബ്ലഡ് സർക്കുലേഷൻ, ഹാർട്ടിൽ നിന്നാണ് ബ്ലഡ് പമ്പ് ചെയ്ത് പല ഭാഗങ്ങളോട്ടും പോകുന്നത്. ഈ സാധനം തന്നെ നമ്മുടെ തലച്ചോറിലോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഈ പമ്പ് പോകുന്ന ഈ രക്തോട്ടം നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങളിലോട്ട് എത്തത്തില്ല, തലച്ചോറിലോട്ടും എത്തത്തില്ല. ഓൾമോസ്റ്റ് റെസ്പോൺസ് നിന്നു. തലച്ചോറിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ റെസ്പോൺസ് അങ്ങ് കംപ്ലീറ്റ് നിന്നു. ഇതിനാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിൽ പമ്പിങ് നിൽക്കുക, ഇതാണ് കാർഡിയാക് അറസ്റ്റ്. ഇനി സ്ട്രോക്ക്, ഈ കാർഡിയാക് അറസ്റ്റും സ്ട്രോക്കും രണ്ട് എൻറ്റിറ്റിയാണ്, രണ്ട് സൈഡാണ്. അപ്പൊ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്, സ്ട്രോക്കിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലുണ്ടാകും, ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എത്തിക്കുന്ന സമയമാണ്. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ലക്ഷണങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, നമ്മൾ കാര്യമാക്കത്തില്ല. കിടക്കും, രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആള് തളർന്നു കിടക്കുന്നതായിരിക്കും നമ്മൾ കാണാം. എണീക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും, നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, പിന്നെ എപ്പോഴാണ് നമ്മൾ എത്തിക്കേണ്ടത്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, ചിലപ്പോ കൂടെയുള്ള ആൾക്ക് പോലും മനസ്സിലാവില്ല, രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് ഈ വ്യക്തി തളർന്നു കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത്. ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് മുഖം കോച്ചി പിടിച്ച പോലെ ആവുന്നതും അതുപോലെ കൈ പെട്ടെന്ന് തളർന്നു പോകുന്നതും നമുക്കിപ്പോ സിനിമയിലൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ കൂടുതലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും? ഇതിനകത്ത് നമ്മൾ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ആക്ട് ഫാസ്റ്റ് എന്നൊരു സംഭവം അറിഞ്ഞിരിക്കുക. ആക്ട് ഫാസ്റ്റ് എന്ന് പറയുന്ന സംഭവം ന്യൂറോളജിക്കൽ ടേം ആണ്, നമ്മൾ പറയുന്ന ഒരു ന്യൂമോണിക്കുമായിട്ട് കൂട്ടിയാൽ മതി. ആക്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റ് ആണ് നമ്മുടെ മെയിൻ കാര്യം. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫേസ്, F ഫോർ ഫേസ്. ഫേസിനകത്ത് എന്തെങ്കിലും കോടി പോവുക, അല്ലെങ്കിൽ ഒരു സൈഡ് കോടിയിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നെറ്റി ചുളുങ്ങാത്തൊരു സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ സെൻസേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരിക. അതാണ് ഫേസിനകത്ത് നോക്കുന്നത്. A എന്ന് പറയുന്ന ആം ഡ്രിഫ്റ്റ്.
കൈയുടെ അനക്കം നിലച്ചു പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക, തീരെ പൊക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അതായത് പവറില്ല, നമുക്ക് അനക്കാൻ പറ്റത്തില്ല, തളർന്നു പോയൊരു സിറ്റുവേഷൻ. അതാണ് എ. എസ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ആണ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ സംസാരത്തിന് ഇടർച്ച വരിക, അല്ലെങ്കിൽ ചെറിയൊരു സ്ലറിങ് ഓഫ് സ്പീച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ മെഡിക്കൽ ടേമിൽ പറയും. അപ്പോൾ അത് സംസാരത്തിന് ഇടർച്ച വരിക, സംസാരിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഊർന്നു പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ടി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടി ആണ് ടൈം. ഈ ടൈം നമ്മൾ ഈ സാധനങ്ങളൊക്കെ കണ്ടു, ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു, അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് എത്തിക്കുക, എത്രയും പെട്ടെന്ന്. അതായത് ഈ ടൈമിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ പീരീഡ് എന്ന് പറയുന്ന സമയമുണ്ട്, മെയിൻ ഗോൾഡൻ അവർ ആണ്. ഈ വിൻഡോ പീരീഡ് എന്ന് പറയുന്ന ഒരു 4 to 4.5 hours ആണ്. അതായത് നമ്മുടെ ലക്ഷണങ്ങൾ തുടങ്ങി 4-4.5 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ലൈക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്നുമില്ലെങ്കിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ രക്തം വാർന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നു. അപ്പൊ തന്നെ ഈ പറയുന്ന പോലെ ലക്ഷണങ്ങൾ തുടങ്ങി ഇത്ര സമയത്തിലുള്ള വന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നിലേക്ക് CT എടുക്കുക. CT എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. CT എടുത്തിട്ട് ഈ രക്തം വാർന്നിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ബ്ലീഡിങ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഈ കട്ട അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാം. അപ്പൊ എല്ലാവരും ചോദിക്കും, ഈ അലിയിച്ചുകൊണ്ട് ആളുടെ ഇത് മൊത്തത്തിൽ മാറുമോ എന്ന് ചോദിക്കും. ഇതിനകത്ത് ഈ അലിയിച്ചുകൊണ്ടുള്ള ഈ ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് റിക്കവറി റേറ്റ് ആണ്. അപ്പം ചില സമയത്ത് ചില ആൾക്കാർക്ക് ഒരു സൈഡ് മൊത്തം തളം, അപ്പം ലെഫ്റ്റ് സൈഡ് മൊത്തം തളർന്നിരിക്കുകയായിരിക്കും. അപ്പം ഇത് ഈ സ്ട്രോക്ക് പീരീഡ് കഴിഞ്ഞ് നമ്മൾ മെഡിസിൻസ് എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് അപ്പോഴും ആ തളർച്ച ഫീൽ ചെയ്യാം. അത് റിക്കവർ ആവാൻ നിർബന്ധമില്ല. മറ്റേ നമ്മൾ ഈ ടൈം പീരീഡിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈസിസ് എന്ന് പറയും, ഈ പറയുന്ന പോലെ ഈ സമയത്തുള്ള എത്തിക്കഴിഞ്ഞാൽ ആ കട്ട് കഴിഞ്ഞാൽ നമ്മൾ അലിയിച്ച് കളയാനുള്ള ഒരു സമയം കിട്ടും. ആ അലിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിക്കവറി റേറ്റ് കൂടുതലാണ്. ഇപ്പൊ ഈ ചിലപ്പോൾ തളർന്നു പോകുന്നത് കുറച്ച് 90% മാറിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് മെയിൻ ആയിട്ട് എനിക്ക് സ്ട്രോക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഇപ്പൊ മമ്മൂക്കയുടെയും ശോഭനയുടെയും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരി ഡാൻസറായി പിന്നെ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സിനിമ. അപ്പൊ കുറെ കാലം ഇങ്ങനെ ബെഡ് റെസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡാൻസർ ആണ് പുള്ളിക്കാരി. ഇപ്പൊ നമ്മൾ പറയുന്നിട്ടുണ്ട് ഒരുപാട് സിഗരറ്റ് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടറിൽ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് സ്ട്രോക്കിന്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സ്മോക്കിംഗ് അതൊരു വലിയൊരു ഘടകമാണ്. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും ഡേഞ്ചർ പാർട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഒബീസിറ്റി, അത്യാവശ്യം വണ്ണം ഉള്ള ആൾക്കാർ, ആ ഒരു ആൾക്കാരും ഡേഞ്ചർ പാർട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതെല്ലാത്തിനും ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ NCDs എന്ന് പറയും, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതലും ചാൻസസ് കൂടുതലാണ്, എന്താ പറയുക, സ്ട്രോക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതൊന്നും വരുന്നില്ല, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ 60 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കും ഇത് വരാൻ ചാൻസസ് കൂടുതലാണ്. എന്നും പറഞ്ഞ് ചെറിയ പിള്ളേർക്കോ അല്ലെങ്കിൽ മിഡ് ഏജിലുള്ള ആൾക്കാർക്ക് വരത്തില്ല എന്നല്ല, അവർക്കും വരും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പറയുന്ന സ്മോക്കിംഗ് ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുക. എല്ലാവരും ഇതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. പിന്നെ ബാക്കി NCDs, ഈ NCDs ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ ദിനചര്യകൾ, ലൈഫ് സ്റ്റൈൽ മാറ്റിയേ പറ്റും. കുട്ടികളിൽ സ്ട്രോക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളിൽ സ്ട്രോക്ക് വരും എന്നല്ല, ആർക്ക് വേണേ വരാം, കുട്ടികളിൽ നിന്നല്ല. കുട്ടികളിൽ അങ്ങനെ സ്ട്രോക്ക് വന്ന കേസസ് ഉണ്ടോ? കേസ് ഉണ്ടായിട്ടുണ്ട്, സ്ട്രോക്ക് വന്ന കേസസ് ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ സ്ട്രോക്ക് മാത്രമല്ല, കാർഡിയാക് അറസ്റ്റ് ആയാലും അല്ലെങ്കിൽ പറയുന്ന പോലെ നെഞ്ചുവേനായാലും ഹാർട്ട് അറ്റാക്ക് ആയാലും പലർക്കും എന്തിന് ഒരു മിഡ് ഏജ് ആയിട്ടുള്ള ടീനേജേഴ്സ് എന്നല്ല, ഒരു 20, 23, 24 ആ ഏജിലുള്ള ആൾക്കാർക്ക് വരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആർക്ക് വേണേ വരാം, അതിന് പ്രായപരിധി ഇല്ല എന്നാണ്. ഈ സ്ട്രെസ് കൂടുമ്പോഴാണ് നമുക്ക് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുന്നത്. സ്ട്രെസ് ഒരു വലിയ ഘടകമാണ്. സ്ട്രെസ് ഇപ്പം എനിക്കൊന്ന് റീസെന്റ് എനിക്കൊന്ന് ഇന്നലെ മുന്നേ ഞാനൊരു വീഡിയോ കണ്ടല്ലോ, ഡോക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്. അതായത് എന്നെ പഠിപ്പിച്ച ഡോക്ടേഴ്സ് തന്നെ ലീഡിങ് കാർഡിയോളജിസ്റ്റ് ആണ്. അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നല്ലതാണെങ്കിൽ ഈ പറയുന്ന പോലെ അറ്റാക്ക് വരാനോ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാഹചര്യങ്ങൾ കുറച്ചും കൂടെ കുറഞ്ഞു നിൽക്കും. അല്ലെ, ഫ്രണ്ട് സർക്കിൾ നല്ലതാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. നല്ലൊരു ടോക്സിക് ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ നടക്കത്തില്ല. എന്തായാലും അവിടെ ഒരു ഡിസ്കഷനോ അവിടെ ഒരു ചിരികളികളോ ഒന്നുമില്ല. ഈ ടോക്സിക് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും പറയുന്നില്ല. അപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ടൈമാണ്. ഈ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം അല്ലേ. എന്നെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അപ്പം ഈ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ആലോചിക്കുന്നില്ല. വി ആർ വെരി ഫ്രീ, റൈറ്റ്? എന്ത് ആവശ്യത്തിനായാലും അവരോട് സംസാരിക്കുക, എന്ത് വേണേ അവരോട് പറയാം, അല്ലെ? എന്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണത്. അപ്പൊ ആ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നില്ല. അപ്പൊ ആ സ്ട്രെസ് ഒരു വലിയ ഘടക. പിന്നെ വരുന്നതാണ് സ്ലീപ്പ് ഫാക്ടർ.
സ്ലീപ്പ് ഫാക്ടറാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എടുത്ത് നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം വരുന്നത്. ആൾക്കാർക്ക് ഉറക്കം തീരെ കിട്ടുന്നില്ല, സമയമില്ല. എന്താ ലിറ്ററലി എന്ത് ചെയ്യാൻ, അവർക്ക് ജീവിതത്തിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പൈസയുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ, ഒബ്വിയസ്ലി അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ സമയം കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ ഈ ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ ഈ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞു, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടേഴ്സ്. അപ്പൊ ബാക്കി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ കാർഡിയാക് അറസ്റ്റിന് ഇതിനകത്ത്? നമ്മുടെ ഫുഡ് പാറ്റേൺ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ NCDs ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കും എന്താ പറയാ, ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി നടക്കും, പ്രശ്നമില്ലാന്ന്. പക്ഷെ ഈ എന്താ പറയുക, ഷുഗർ മാത്രമല്ല, അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സും ഉറക്കമില്ലായ്മ എടുത്ത് ഞാൻ സൈഡിലോട്ട് വെച്ചത്. കാരണം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഷുഗറും മറ്റേ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കിത് വരത്തുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല, ഇതില്ലാത്ത ആൾക്കാർക്കും വരുന്നുണ്ട്. അതിന്റെ മെയിൻ ഫാക്ടർ ഈ രണ്ടെണ്ണം, ഏത് സ്ട്രെസ്സും ഉറക്കമില്ലായ്മ. അപ്പൊ മെയിനായിട്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. ഇപ്പം എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവരും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന്റെ പുറകെയാണ്. എല്ലാവർക്കും ഡയറ്റ് വേണം, എല്ലാവർക്കും വണ്ണം കുറയ്ക്കണം, എല്ലാവർക്കും നല്ല പക്ക ഫിറ്റ് ആയിട്ടിരിക്കണം എന്ന് എല്ലാവരുടെ ചിന്ത ഇപ്പോഴത്തെ ആൾക്കാരാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിനെല്ലാം സാഹചര്യം ഉണ്ട് അല്ലെ. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ ലേറ്റ് 70s 80s ഒക്കെ എടുത്തു നമ്മുടെ പഴയ അപ്പന്മാരുടെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഒന്നും നോക്കുന്നില്ല. അവർ എല്ലാ ഭക്ഷണവും കഴിക്കും, എന്താ പറയാ, എല്ലാ പണികളും ചെയ്യും. അതാണ് ആ പണികൾ ചെയ്യാന്നുള്ളതാണ്. ഭക്ഷണം എന്ത് കഴിച്ചാലും പ്രശ്നമില്ല എന്നുള്ള സിറ്റുവേഷൻ അവർക്കുണ്ട്. അവർക്ക് ആ ബോധമുണ്ട്. ഇപ്പോഴും 70 വയസ്സുള്ള ആൾക്കാരല്ലെങ്കിൽ എന്തിനാ നമ്മുടെ മമ്മൂട്ടിനെ എടുത്ത് നോക്കിയാൽ പറയാം അല്ലെ. ആളുടെ ഫുഡ് സ്റ്റൈല്, ആളുടെ വർക്കൗട്ട്, ലിറ്ററലി ആ മൂവ്മെന്റ് ആണ് മെയിൻ. നമ്മളെല്ലാവരും വിചാരിക്കും ഡയറ്റ് മാത്രം എടുത്ത് കഴിഞ്ഞാൽ തന്നെ റെഡി ആയെന്നാ. പക്ഷെ ഡയറ്റ് അല്ല, ഡയറ്റിന്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൂടെ കൊണ്ടുപോകേണ്ട സാധനമാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 30 minutes ഡെയിലി, ഒരു 30 minutes നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും.